എടി അനു, എന്താടി ഇത്? അവളാണ് നിനക്ക് ഈ വീഡിയോ അയച്ചത്? ഇല്ല ഗായു, അത് പിന്നെ നിക്ക്. എന്താടി ഇത്? ദിവസവും ഇതന്നെയാ കണ്ടുകൊണ്ടിരിക്കുന്നേ? നീ പറഞ്ഞ അസൈൻമെന്റ് ഇതായിരുന്നു അല്ലേ? അയ്യോ ഗായു, അങ്ങനെയൊന്നും ഇല്ലടി. എപ്പോഴെങ്കിലും, ഡെയിലി ഒന്നും കാണാറില്ലടി. ദാ നോക്ക്, എന്താണെങ്കിലും ഇത് തെറ്റ് തന്നെയാ. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് കേട്ടോ. സോറിടി, എപ്പോഴെങ്കിലും ഞാൻ കാണാറുള്ളൂ. നോ അനു, നീ ഇതിന് അഡിക്റ്റ് ആവല്ലേ. യു പ്ലീസ് അവോയ്ഡ്. അല്ല, അവക്കെങ്ങനെ ഈ ലിങ്ക് ഒക്കെ കിട്ടുന്നേ? അത് അവളുടെ ലവർ ഷെയർ ചെയ്യൂ അത്രേ. അവര് രണ്ടുപേരും കാണാറുണ്ട്. ഇത് നിനക്ക് ആവശ്യമാണോ? അവര് ലവേഴ്സ് തമ്മിൽ എന്തോ ആവട്ടെ, നീ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതെന്താ, എനിക്ക് കാണാൻ അറിഞ്ഞൂടെ? ശരി പോട്ടെ അനു, ലീവ് ഇറ്റ്. ഇതാ, ശരിക്കും നിനക്ക് വല്ല വർക്ക് ഉണ്ടെങ്കിൽ അത് നോക്ക്. ഇതാ നിന്റെ ലാപ്ടോപ്പ്. അയ്യോ, സോറി ഗായു. ഗായു, എന്താടി? രാത്രി അങ്ങനെ സംഭവിച്ചാൽ സോറിയടി. എന്താടി ഇത്? അതൊന്നും സാരമില്ല, നീ ഫ്രീ ആയിട്ടിരിക്ക്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഞാനിന്ന് വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും. ആ നവീന് 2 കൊടുത്തേ പറ്റൂ. മെയില് റീചെക്ക് ചെയ്യാണ്ട് അങ്ങനെ അയച്ചു കൊടുത്തിരിക്കുക. ശരിടി, ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി. അയ്യോ, തെറ്റ് ചെയ്തല്ലോ. ഇനി ഇങ്ങനത്തെ ഒന്നും കാണാൻ പാടില്ല. അയ്യോ, സമയായല്ലോ. അവള് പറഞ്ഞത് ശരിയാ, ഇങ്ങനത്തെ ഒന്നും കാണാൻ പാടില്ലായിരുന്നു. ഇത് കണ്ടിട്ട് ഗായത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കില്ലേ? ശ്വേതയോ? ഇവിടെ ഫോൺ ചെയ്താലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അയ്യോ, അവള് തന്നെ. അയ്യോ, ഇവളെന്തിനാ ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നത്? വോയിസ് മെസ്സേജ് ആണല്ലോ അയച്ചിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? എടി എന്തു പറ്റി? നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അത്രയ്ക്ക് ബിസിയാണോ?
നിനക്ക് ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്. അടിപൊളി വീഡിയോ ആടി, കണ്ടു നോക്ക്, കണ്ട് എൻജോയ് ചെയ്യ്. അയ്യോ, ഇവളൊരുത്തി അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്. ഓൺലൈനിൽ കണ്ട അവള് വെറുതെ വിടില്ല. ഇത് അങ്ങനെ തന്നെ വെച്ചേക്കാം. അയ്യോ, അയ്യോ, ഇവളാണെങ്കി എന്റെ മൂഡ് മാറ്റുവാണല്ലോ. ഗായു ഇവിടെ ഇല്ലല്ലോ. ഒന്നെടുത്ത് നോക്കിയാലോ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. കണ്ടു നോക്കിയാലോ? അയ്യോ, വേണ്ട വേണ്ട. ഒരു പ്രാവശ്യം കണ്ടാലോ? എന്നാ പിന്നെ കാണാം. കാണണോ വേണ്ടയോ? ഈ ഒരു പ്രാവശ്യം കൂടി കണ്ടാലോ? ഗായു വരുമ്പോഴേക്ക് ഈ വീഡിയോ മാത്രം കണ്ടേക്കാം. ഇതിനു മേലെ എന്നെ കൊണ്ട് പറ്റില്ല സാമി. അയ്യോ, എന്തുപറ്റി? പെട്ടെന്ന് ലാപ്ടോപ്പ് ഓഫായല്ലോ. ഈ നേരത്ത് ആരായിരിക്കും വിളിക്കുന്നത്? ഹലോ ഹലോ, നിങ്ങൾ അനുശ്രീയാണോ? പറയൂ. ഹലോ അനുശ്രീ, ഞാൻ ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇൻസ്പെക്ടർ സന്ദീപാണ് സംസാരിക്കുന്നത്. പോലീസോ? ആ അതെ. ഏയ്, നുണ പറയല്ലേ. ആരാ പ്രാങ്ക് ചെയ്യുന്നത്? കമലേഷ് അല്ലേ? ഹലോ, ഞാൻ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പ്രാങ്ക് ആണെന്നാണ് പറയുന്നത്? നിങ്ങൾ എന്താ കളിയാക്കാണോ? ഏയ്, എനിക്കറിയാം നിങ്ങൾ പ്രാങ്ക് ചെയ്യല്ലേ കമലേഷ്. വോയിസ് ഇങ്ങനെ മാറ്റി സംസാരിക്കൊന്നും വേണ്ട. ഹലോ അനുശ്രീ, ഞാൻ ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഒന്നുകിൽ മഹേഷ്, അല്ലെങ്കിൽ ഭൂപതി, അല്ലെങ്കിൽ അശോക്. ഈ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും നിങ്ങള്. ഹലോ എക്സ്ക്യൂസ് മീ, മര്യാദയ്ക്ക് ആരാണെന്ന് പറഞ്ഞോ. ഇങ്ങനൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു വീഡിയോ കോൾ വരും, അതൊന്ന് അറ്റൻഡ് ചെയ്യും. ഏയ്, അപ്പോൾ എനിക്ക് സത്യം മനസ്സിലാവും. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ല. ഫോണ് വെക്ക്. ഹലോ, എന്താ ഇത്? ലാപ്ടോപ്പ് ഹാങ് ആയല്ലോ. ഓപ്പൺ ആവുന്നില്ലല്ലോ. വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോള് വരുന്നു. ഹലോ ഹലോ അനുശ്രീ, നിങ്ങളുടെ അച്ഛന്റെ പേര് രാജശേഖർ, അമ്മയുടെ പേര് കമലാക്ഷി, നിങ്ങളുടെ ബ്രദറിന്റെ പേര് മുരളി, നിങ്ങളുടെ സിസ്റ്ററിന്റെ പേര് പ്രിയ, ശരിയല്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് അഡൽട്ട് മൂവി കാണാറുണ്ടല്ലേ, ശരിയല്ലേ? ഞാൻ ആ കാര്യം സംസാരിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. അയ്യോ, ആരാണെന്ന് അറിയില്ലല്ലോ. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വിളിച്ചു പറഞ്ഞാലോ? എന്താ ഇപ്പൊ ചെയ്യ? ഞാൻ ആ ഗായത്രി ഒന്ന് വിളിച്ചു നോക്കിയാലോ? അയ്യോ, കോളും പോകുന്നില്ലല്ലോ. ഫോണിന് എന്തു പറ്റി? അയ്യോ, വീണ്ടും അതേ നമ്പറിൽ നിന്നാണല്ലോ കോൾ വരുന്നത്. ഹലോ, നിങ്ങൾ എന്താണ് കോൾ കട്ട് ചെയ്യുന്നത്? ഇനി ഒരു പ്രാവശ്യം കൂടെ കോൾ കട്ട് ചെയ്താൽ നിങ്ങളുടെ വീടിന് മുമ്പ് പോലീസുകാർ വന്ന് നിൽക്കും, അത് മറക്കണ്ട. നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ കൺട്രോളിലാണുള്ളത്. ആർക്കും ഒരു ഫോൺ പോലും ചെയ്യാൻ കഴിയില്ല. IP അഡ്രസ് വെച്ച് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. നിങ്ങളുടെ ലാപ്ടോപ്പിൽ